ചെറുതോണിയിൽ നിന്നുള്ള ജനങ്ങളുടെ ആശങ്കയാണ് ഡാനി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത്. 2018 പ്രളയത്തിൽ പോലും ഏറെ നാശനഷ്ടം അനുഭവിച്ച ഒരു പ്രദേശത്തു നിന്നുള്ള ആൾക്കാർ പറഞ്ഞതെല്ലാം നമ്മൾ കേൾക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്ന് ഈ മണിക്കൂറുകളെല്ലാം കടന്നു പോകുമ്പോൾ പ്രേക്ഷകർ പറയുന്നത്, ജനങ്ങൾ പറയുന്നത് ഇതിൽ രാഷ്ട്രീയം മാറ്റി നിർത്തിയുള്ള ഒരു പരിഹാരം വേണമെന്നുള്ളതാണ്. പക്ഷേ ആ പരിഹാരം അത് പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നു. പുതിയ ഡാം വേണമെന്ന് പറയുന്നവർ, ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറയുന്നവർ, മറ്റ് നിർദ്ദേശങ്ങളെല്ലാം ഉന്നയിക്കുന്നവരെല്ലാവരും ഉണ്ട്. അപ്പോഴും ജനങ്ങൾ പറഞ്ഞത്, ഡാനിയോട് ജനങ്ങൾ പറഞ്ഞത്, ഈ ആശങ്ക ഇപ്പോഴും ജനങ്ങളിലുണ്ട്, അവരുടെ ഉള്ളിലുണ്ട് എന്ന് തന്നെയല്ലേ? തീർച്ചയായും അപർണ, കാരണം ഈ ആശങ്ക എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പോൾ ഡാം സുരക്ഷിതമാണെന്ന് വലിയ ശബ്ദത്തിൽ പറയുന്നവർ, പക്ഷെ അതിൻ്റെ ഒരു കാര്യകാരണങ്ങൾ ഒരുപക്ഷെ അവർക്ക് അതിന് ടെക്നിക്കലി അത് ബ്രീഫ് ചെയ്യാനായിട്ട് സാധിക്കുമായിരിക്കും. അതെന്താണെങ്കിൽ തന്നെയും മുല്ലപ്പെരിയാർ എന്നത് സംബന്ധിച്ച് ഒരു ആശങ്ക എന്ന രീതിയിലേക്ക് വളരെ വലിയ അളവിലേക്ക് അത് ഉയർന്നു കഴിഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ഇന്ന് ചെറുതോണിയിൽ തുടങ്ങി പിന്നീട് കരിമ്പൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകുന്നു, അതിനടുത്ത സമീപ പ്രദേശങ്ങളിലേക്ക് പോകുന്നു. ഇവിടങ്ങളിലെല്ലാം ആളുകൾ പറയുന്നത് ഒരേ സ്വരത്തിൽ ഇത് തന്നെയാണ്. കാരണം ഇതാ ഡീകമ്മീഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. നമ്മളുടെ ജീവൻ, സ്വത്ത്, ഇതെല്ലാം തന്നെ ഒരു വിഷയമാണ്. വെള്ളം കൊടുക്കാം എന്നതിനെ സംബന്ധിച്ച് അതിനെക്കുറിച്ചല്ല ഒരു തർക്കമെന്ന് പറയുന്നു. ഇത് സംബന്ധിയായ കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത് സർക്കാരുകൾ ഉടനടിയായി അത്തരം തീരുമാനങ്ങൾ എടുക്കണം എന്ന് തന്നെയാണ് എല്ലാവരും തന്നെ ആവശ്യപ്പെടുന്നത്. നമ്മളിപ്പോൾ ഇടുക്കിയിൽ നിന്ന് ഇറങ്ങുന്ന വഴി വീണ്ടും ഈ പല വഴികളിലായി ആളുകളെ കണ്ടുമുട്ടുന്ന ഇടങ്ങൾ തന്നെയാണ്. ഇവിടേക്കും ഇപ്പോഴും നമ്മൾ ഈ ലൈവിന് നിൽക്കുമ്പോൾ പോലും ഇതിനെ അടുത്തേക്ക് ആളുകൾ വരുന്നത് എന്താണ് സംഭവങ്ങളെന്ന് അന്വേഷിക്കുമ്പോഴും അവർ പറയുന്നത്, നമുക്കൊപ്പം ഇങ്ങനെ അതുപോലെ ചേരുന്ന സുഹൃത്തുക്കളൊപ്പം ചേരുന്നു. മറ്റൊന്നും അല്പം മുമ്പ് സംസാരിക്കുമ്പോൾ പോലും ഇത് തന്നെയാണ് എല്ലാവരുടെയും ഒരു സംസാരം. നമ്മൾ മുല്ലപ്പെരിയാർ എന്ന വിഷയത്തിലുള്ള ഒരു ക്യാമ്പയിനും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിൽ നിങ്ങൾ ഈ പരിസരത്തുള്ളവർ തന്നെയൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ എന്താണ് ഇതിൽ നിങ്ങൾ കാണുന്ന ഒരു കാര്യം? കാരണം ഇതിൽ ഒരു വെള്ളം അത്തരം സംബന്ധിയായ ഒരു തർക്കങ്ങളാണ്, അതിൽ സുരക്ഷയാണോ, എവിടെയാണ് ഇതിലൊരു ഒരുക്കങ്ങൾ നടത്തേണ്ടത്? അത് ഈ മുല്ലപ്പെരിയാറിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ വളരെ സമീപഭാവിയിൽ മാത്രം ചർച്ച ചെയ്യുന്നതല്ല. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് മുല്ലപ്പെരിയാറിന്റെ കുറേ നാളുകളായിട്ട്, വർഷങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പൊ തമിഴ്നാട്ടിന് വെള്ളം കൊടുക്കണോ വേണ്ടോ എന്നുള്ളതല്ല നമ്മുടെ ആശങ്ക, നമ്മുടെ ജീവൻ സുരക്ഷിതമാക്കുക. അതായത് ഇപ്പോൾ ഈ മുറവിളി കൂട്ടുന്ന, അല്ലെങ്കിൽ ഈ മുല്ലപ്പെരിയാർ ആശങ്ക അകറ്റണമെന്ന് പറയുന്ന ആൾക്കാർ ഒരിക്കലും അവർക്ക് വേണ്ടി മാത്രമല്ല സംസാരിക്കുന്നത്, ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയും കൂടിയാണ് നമ്മളെല്ലാവരും സംസാരിക്കുന്നത്. അപ്പോൾ അത്തരം ആശങ്കകൾ കാണാതെ നമ്മൾ മറ്റു വികസനത്തിന്റെ പേര് പറയുകയും ഏതെങ്കിലും ഒരു പ്രദേശത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മറ്റു സംസ്ഥാനത്തിന് വെള്ളം കിട്ടണം എന്നുള്ളത് മാത്രം നമ്മൾ പറയുന്നത് ശരിയല്ല. നമ്മൾ അതിന് താഴെ ജീവിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അത് നമ്മൾക്ക് ശേഷം പ്രളയമല്ലല്ലോ, നമുക്ക് ശേഷം ജീവിക്കുന്ന അനേകം ആയിരങ്ങൾ ഇനിയും പിറക്കാനുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഈ സംസാരിക്കുന്ന ആളുകൾ പല പ്രക്ഷോഭങ്ങളും പലതരത്തിലുള്ള ക്യാമ്പയിനുകളുമായിട്ട് നടക്കുന്നത്. അപ്പോൾ അതിനൊന്നും വില കുറച്ച് കാണരുത്. നമ്മളൊക്കെ എത്ര നാളിനി ജീവിക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിനുശേഷം ഇവിടെ ഭൂമിയിൽ ആൾക്കാർ ജീവിക്കാനുണ്ട്. അവർക്കൊക്കെ സ്വസ്ഥമായിട്ട് ഒരു ദിവസം ഉറങ്ങാനെങ്കിലും കഴിയണ്ടേ? അത്തരത്തിൽ ആശങ്ക മാറ്റാതെ നമ്മൾ മറ്റു വികസനങ്ങളുടെ പുറകെ മാത്രം പോയിട്ട് കാര്യമില്ല. അതെ, ഇതിലിപ്പോൾ ഇത് ഏതൊരു നിർമ്മിതിയും അത് നിർമ്മിക്കുന്ന ആളുകൾ പറയുന്നതിലാണല്ലോ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ഇത് 50 വർഷമാണ് ഇതിന്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞിട്ട് തന്നെ ഇപ്പോൾ 127 വർഷങ്ങളായിട്ടും ഇപ്പോഴും അതിനൊരു തീരുമാനങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ആളുകൾ വെറുതെ പരിഭ്രാന്തരാകുന്നതല്ല. ആളുകൾ ഇത്രയും ഇത് ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു കൃത്യമായ, അല്ലെങ്കിൽ അതിന് എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലൊരു മറുപടി കൊടുക്കുക എന്നുള്ളത് പോലും ഇവിടെ സാധിക്കുന്നില്ല. അപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി താഴെ കിടക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ ഇത് പലരും നമ്മൾ ഒരു കുറേ വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നു, ഇത് വെള്ളം വരുന്ന ഈ ഒരു നിലയിലായിരിക്കും, ഇത്രയ്ക്ക് ഒരു രീതിയായിരിക്കും. നമുക്ക് ഒരിക്കലും ഇത് കണക്ക് കൂട്ടാൻ പറ്റുന്ന രീതിയിലല്ല. ഈ അപകടത്തിന്റെ ഒരു വ്യാപ്തി നമുക്ക് ഇപ്പോഴും കണക്ക് കൂട്ടാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശാശ്വതമായ ഒരു പരിഹാരം അടിയന്തരമാണ്. ശാശ്വതമായ പരിഹാരം വേണം. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇവർ ആശങ്ക ജനങ്ങളുടെ മാറ്റുന്നതെന്നുള്ളൊരു ക്യാമ്പയിൻ അധികാരികളെങ്കിലും നടത്തണ്ടേ? അവരോട് ചോദിക്കുമ്പോൾ വെറുതെ ഇത് പൊട്ടില്ല എന്ന് പറയണല്ലാതെ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിത്തറയോ അല്ലെങ്കിൽ വിദഗ്ധരുടെ ഒരു അഭിപ്രായം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പൊട്ടില്ല എന്ന് പറഞ്ഞവർ വെറുതെ പറയുന്നത് പൊട്ടില്ല, പൊട്ടുമെന്ന് പറയണവർ പറയുന്നത് കൂടുതൽ ശരിയാക്കുന്ന തരത്തിലാണ്. ഡാമിനിപ്പോൾ വളവുണ്ടെന്ന് അറിയാൻ സാധിച്ചു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോർച്ചയുണ്ട്. അതൊക്കെ പൊട്ടുമെന്ന് പറയുന്ന ആളുകളുടെ വാദം ശരിയാണെന്ന് കാണിക്കുന്നതാണ്.
എന്നാൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. പൊട്ടില്ല എന്ന് പറയുന്ന ആൾക്കാർ വെറുതെ പറയുകയാണ് പൊട്ടില്ല എന്ന്. അത്തരത്തിൽ ആശങ്ക ജനങ്ങളുടെ മാറ്റുന്ന തരത്തിൽ ഒരു ശാസ്ത്രീയമായ എന്താണ് ഇതിന്റെ സത്യമെന്ന് പൊതുജനത്തിന് അറിയാനുള്ളൊരു താല്പര്യമുണ്ടല്ലോ, അത് അറിയിക്കാൻ അധികാരികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് ഇതിന്റെ ആശങ്ക വർദ്ധിക്കുന്നത്. അത്തരം കാര്യങ്ങളിലും ഈ പരിഭ്രാന്തി ജനങ്ങളിൽ നിന്ന് മാറ്റാനായിട്ട് എന്തെങ്കിലും ഒരു നടപടി, അത്തരമൊരു ക്യാമ്പയിൻ തന്നെ ഏത് ഭരണാധികാരികളാണെങ്കിലും കൊണ്ടുവരണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപർണ, അത് പ്രതികരണങ്ങളാണ്. കാരണം നമ്മൾ 12 മണി മുതൽ ഈ ക്യാമ്പയിൻ തുടങ്ങുന്നു. അതിനുശേഷം തുടർന്ന് ഇങ്ങോട്ട് ഇടുക്കിയിലുള്ള എവിടെയും സംസാരിച്ചാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കണ്ട് ഇവിടേക്ക് വന്നവരാണ്. അവരെ അതിനെക്കുറിച്ച് എല്ലാവരും തന്നെ പറയുന്നു, ഒരേ ശബ്ദത്തിൽ തന്നെ പറയുന്നത് സുരക്ഷ, അതിനാണ് ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞിട്ടാണ് മറ്റു കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിലനിൽക്കുന്ന വസ്തുത എന്താണ്, യാഥാർത്ഥ്യം എന്താണ് എന്നത് സംബന്ധിച്ച് അധികാരികൾ കൃത്യമായി ബോധ്യപ്പെടുത്തണം. അല്പം മുമ്പ് സംസാരിച്ച സുഹൃത്ത് പറഞ്ഞതുപോലെ ഇതിന് മറ്റു വിഷയങ്ങളില്ലെങ്കിൽ അത് സർക്കാർ തന്നെ പറയട്ടെ, ഇതിന് കുഴപ്പമില്ല എന്ന്. ഇതിന്റെ സുരക്ഷാ പരിശോധനകൾ പരിശോധിച്ചുകൊണ്ട് അത് ഉറപ്പുവരുത്തിക്കൊണ്ട് പറയട്ടെ. അങ്ങനെയെങ്കിലും ആശങ്ക മാറട്ടെ. അതല്ല, മറ്റു വിഷയങ്ങളുണ്ടെങ്കിൽ ഡാം നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ, ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഒരേ ശബ്ദത്തിൽ എല്ലാവരും തന്നെ പറയുന്നത്. ഇന്ന് നമ്മൾ തുടങ്ങി വെച്ച ക്യാമ്പിലുടനീളം കേട്ടത് ഇതേ വിഷയങ്ങൾ തന്നെയാണ്. ഇതിനിടയിൽ നമ്മൾ കണ്ടുമുട്ടിയവരെല്ലാവരും തന്നെ പറഞ്ഞത് 2018 സംഭവിച്ച അവരുടെ ദുരന്തങ്ങളും തന്നെയാണ്. ഇനി ഒന്നുകൂടി അത് സഹിക്കാൻ കഴിയുന്ന രീതിയിലല്ല. അതുകൊണ്ട് അത്തരം വികാരങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. തീരുമാനങ്ങൾ നടപ്പാക്കേണ്ടതാണ്. അതിനുള്ള ഇച്ഛാശക്തി സർക്കാരുകൾ എടുക്കേണ്ടതാണ്. നൽകുമ്പോൾ ഇനി ഒരുപാട് കാത്തിരിക്കാൻ കഴിയുകയില്ല എന്ന് ജനങ്ങൾ പറയുന്നു. ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ട് അല്ല, ആ തരത്തിലല്ല ഇത് ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. ഇത് 2 സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ വികാരങ്ങൾ ഇളക്കി വിട്ടുകൊണ്ട് ആകരുത്. കൃത്യമായി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം, അതാണ് പറയുന്നത്. അപ്പോഴും എന്താണ് സംസ്ഥാന സർക്കാർ പറയുന്നത്? ഈ ആശങ്ക സംസ്ഥാന സർക്കാർ ഏത് തരത്തിലാണ് മനസ്സിലാക്കുന്നത് എന്നൊരു ചോദ്യം കൂടി അവിടെയുണ്ട്. ഡാമിൽ നിലവിൽ ആശങ്ക വേണ്ട എന്നാണ് മന്ത്രി കെ രാജൻ ഇന്ന് പറഞ്ഞത്. ജില്ലാ ഭരണകൂടവും മുഖ്യമന്ത്രിയുടെ ഓഫീസും മറ്റ് അധികൃതരും നൽകുന്ന മുന്നറിയിപ്പുകൾ മാത്രം കണക്കിലെടുക്കുക. പലരും 2018 സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്ററുകൾ വീണ്ടും പങ്കുവെച്ച് ആശങ്ക ഉണ്ടാക്കുകയാണെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പ്രചാരവേലകളിൽ ആളുകൾ ശ്രദ്ധിക്കേണ്ടതില്ല. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നമ്മുടെ STMയോ ജില്ലാ ഭരണകൂടമോ അതാത് സമയങ്ങളിൽ നൽകും. ഇത് ആളുകൾ കൂടുതൽ ആശങ്ക ജനിപ്പിക്കാനേ ഇട നൽകും. അതുകൊണ്ട് ഇപ്പം മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് ഭീതിജനകമായിട്ടുള്ള വാർത്തകളൊന്നും നിങ്ങൾക്ക് നൽകാനില്ല. ഏതെങ്കിലും വിധത്തിലുള്ള അപകടം ഉണ്ടെങ്കിൽ നല്ല മുന്നൊരുക്കത്തോടു കൂടി ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നമുക്ക്. ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ചില 2000 വീണ്ടും എടുത്ത് പോസ്റ്റ് കൊണ്ടിരിക്കുന്നുണ്ട്. ലൈക്ക് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ലക്ഷ്യം, ചിലപ്പോൾ അറിയാതെ ആയിരിക്കും, ചിലപ്പോൾ പിന്നെ ഇത് ശരിയാണെന്ന് വിചാരിച്ചായിരിക്കും. ദയവായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിവരം അറിയാത്ത ഒരു പ്രചരണവും നടത്തരുത്. ജില്ലാ കളക്ടർ അതാത് ജില്ലകളിൽ അറിയിക്കും, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിക്കും, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കും, ബന്ധപ്പെട്ട മന്ത്രിമാരറിയിക്കും. ആ വിധത്തിലുള്ള പ്രചരണങ്ങൾ മാത്രം മുഖവരിക്കെടുക്കണം. മുല്ലപ്പെരിയാറിനെ നിങ്ങൾ ജലബോംബ് എന്ന് പറയരുത് എന്നാണ് പാനലിൽ വന്ന ഒരു വിദഗ്ധൻ, ഒരു പ്രമുഖൻ ഞങ്ങൾ അവതാരകരോട് ആവശ്യപ്പെട്ടത്. അപ്പോഴും ജനങ്ങൾ യൂട്യൂബ് കമന്റുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ജലബോംബ് തന്നെയാണ് മുല്ലപ്പെരിയാർ.